പ്യാരെ ബച്ചോ, ആദാബ്. ശാലിനി ഓണാഘോഷ പരിപാടികൾ, ജശ്നെ ഓണം ഒക്കെ സ്കൂളിലെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞു വീട്ടിലേക്ക് വന്നു. അപ്പോൾ ശാലിനിയുടെ മനസ്സിൽ മഹാബലിയെ പറ്റിയിട്ടുള്ള ആ കഥ ഇങ്ങനെ മനസ്സിൽ വന്നു. ചായ കൊടുക്കുന്നതിന് ഇടയിലായിട്ട് ശാലിനി അബ്ബാജാനോട് ഈ മാവേലിയുടെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അബ്ബാജാൻ പറഞ്ഞു, ഇൻസാഫ് പസന്ത്, നീതിമാനായ ഇതേപോലത്തെ വേറെയും ഒരു രാജാവിൻ്റെ കഥ എനിക്കറിയാം, ഞാനൊരു കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് അബ്ബാജാന് ഒരു കഥ പറഞ്ഞു കൊടുത്തു ശാലിനിക്ക്. എന്തായിരുന്നു ആ കഥ? നമുക്ക് നോക്കാം. റഹം വ ഇൻസാഫ്. റഹം വ ഇൻസാഫ്. बहुत साल पहले की बात है. हिंदुस्तान में शिबी नाम का एक राजा था. बहुत साल पहले की बात है. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു കഥയാണ്. हिंदुस्तान में शिबी नाम का एक राजा था. हिंदुस्तान में शिबी नाम, शिबി എന്ന പേരുള്ള एक राजा था, ഒരു രാജാവ് ഉണ്ടായിരുന്നു. वो बड़ा इंसाफ पसंद और रहम दिल इंसान था. वो बड़ा इंसाफ पसंद और रहम दिल इंसान था. വളരെ ഇൻസാഫ് പസന്ത്, നീതിമാനായിരുന്നു. ഇൻസാഫ് പസന്ത് നീതിമാൻ, റഹം ദിൽ വളരെ കരുണയുള്ള ഒരു മനുഷ്യനായിരുന്നു. हर रोज तरह तरह की शिकायतें लेकर, हर रोज तरह तरह की शिकायतें लेकर गांव के लोग उसके पास आया करते थे. हर रोज, എല്ലാ ദിവസവും തരഹ തരഹ കി ശിക്കായത്തേം ലേക്കർ, വ്യത്യസ്തമായ പരാതികൾ, ശിക്കായത്തേം എന്ന് പറഞ്ഞാൽ പരാതികൾ, ലേക്കർ ഗാവ് കെ ലോഗ് ഉസ്കെ പാസ് ആയാ കർത്തേ തേ, ഗ്രാമത്തിലെ ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു. उसके फैसले सुनकर लोग खुशी खुशी वापस जाते थे. उसके फैसले सुनकर लोग खुशी खुशी, അദ്ദേഹത്തിൻ്റെ ഫൈസലെ, തീരുമാനം കേട്ടിട്ട് ലോഗ് ഖുഷി ഖുഷി വാപ്പസ് ജാത്തെ തേ, മനുഷ്യന്മാർ വളരെ സന്തോഷത്തോടെ തിരിച്ചു പോകുമായിരുന്നു. അപ്പോൾ അവിടെ എന്ത് പരാതി വന്ന് പറഞ്ഞാലും അതിനുള്ള ഒരു പരിഹാരം ആരെ അടുത്തുണ്ടാവും? ഷിബി ചക്രവർത്തിയുടെ അടുത്തുണ്ടാവും. നീതിമാനായ ഇൻസാഫ് പസന്ത് और रहम दिल രാജാ था. ഷിബി കൈസേ രാജാ था, എങ്ങനെയുള്ള രാജാവായിരുന്നു? ഇൻസാഫ് പസന്ത് और रहम दिल इंसान था. एक दिन राजा शिबी अपने वजीरों के साथ दरबार में बैठा हुआ था. एक दिन राजा शिबी, ഒരു ദിവസം ഷിബി ചക്രവർത്തി अपने वजीरों के साथ दरबार में बैठा हुआ था. വസീർ, മന്ത്രിമാരോടൊപ്പം ദർബാർമേ, കൊട്ടാരത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അചാനക് ഉड़ते उड़ते एक कबूतर उसके पास आया. अचानक, जल्दी से उड़ते उड़ते एक कबूतर, പറന്ന് പറന്ന് ഒരു കബൂത്തർ, ഒരു പ്രാവ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. कबूतर को पकड़ने के लिए एक बड़ा बाज भी उसका पीछा करता हुआ आया. कबूतर को पकड़ने के लिए एक बड़ा बाज भी उसका पीछा करता हुआ आया. കബൂത്തറിനെ പിടിക്കാൻ വേണ്ടി, പക്കടനെ കേലി, പിടിക്കാൻ വേണ്ടി एक बड़ा बाज, ഒരു വലിയ കഴുകൻ, बड़ा बाज भी उसका पीछा करता हुआ आया. കബൂത്തറിൻ്റെ ബേക്കിൽ വന്നു, പിന്നിൽ. ഹുസൂർ, മേരി ജാൻ ബച്ചായിയേ, മേരി ജാൻ ബച്ചായിയേ, എൻ്റെ ജീവൻ രക്ഷിക്കൂ. മുझे उस ज़ालिम बाज से बचाइए, मुझे उस ज़ालिम बाज से बचाइए, എന്നെ ഈ കഴുകനിൽ നിന്നും, വേട്ടപ്പരുന്തിൽ നിന്നും എന്നെ രക്ഷിക്കൂ. കബൂത്തർ രോത്തെ ഹുയെ രാജാ സെ കഹനെ ലഗാ. കബൂത്തർ രോത്തെ ഹുയെ, കബൂത്തർ കരഞ്ഞുകൊണ്ട് രാജാവിനോട് പറഞ്ഞു. നഹീം ഉസ്കോ മേരെ ഹവാലെ കീജിയേ, നഹീം ഉസ്കോ മേരെ ഹവാലെ കീജിയേ, പറ്റില്ല നഹീം, ശരിയാവൂല, ഉസ്കോ മേരെ ഹവാലെ കീജിയേ, എൻ്റെ അണ്ടറിൽ തരണം, എനിക്ക് തരണം. മുझे ഭൂഖ് ലഗി ഹേ,
എനിക്ക് വിശക്കുന്നുണ്ട്, മുझे ഭൂഖ് ലഗി ഹേ, യേ മേരാ ശിക്കാർ ഹേ, ഇത് എൻ്റെ ശിക്കാർ, വേട്ടപക്ഷിയാണ്, ഞാൻ വേട്ടയാടി കൊണ്ടുവന്നതാണ്, അപ്പോൾ ഇതിനെ ഭക്ഷിക്കാൻ എനിക്ക് തരണം. ഉസ്കോ ബച്ചാനാ കാ ആപ്കോ ക്യാ ഹക്ക് ഹേ, ഉസ്കോ ബച്ചാനാ കാ ആപ്കോ ക്യാ ഹക്ക് ഹേ, ഇതിനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളത്? ബാസ് കഹ്നെ ലഗാ, ബാസ് പറയാൻ തുടങ്ങി. കബൂത്തർ ഓർ ബാസ് की बातें सुनकर राजा और सारे दरबारियों को ताज्जुब हुआ. കബൂത്തർ ഓർ ബാസ് की बातें सुनकर, കബൂത്തറിൻ്റെയും ബാസിൻ്റെയും സംസാരം കേട്ടിട്ട് രാജ ഓർ സാരെ ദർബാരിയോം കോ താജ്ജുബ് ഹുവ, രാജാവിനും കൊട്ടാരത്തിലുള്ള മുഴുവൻ ആളുകൾക്കും താജ്ജുബ് ഹുവ, അത്ഭുതമായി. തോടാ ദേർ കെ ബാദ് രാജാനെ മുസ്കുരാക്കർ ബാസ് സേ കഹാ, തോടാ ദേർ കെ ബാദ്, കുറച്ച് സമയത്തിന് ശേഷം രാജ മുസ്കുരാക്കർ ബാസ് സേ കഹാ, പുഞ്ചിരിച്ചുകൊണ്ട് ബാസിനോട് പറഞ്ഞു, ഠീക്ക് ഹേ, യേ കബൂത്തർ ബേശക് തുമാരാ ശിക്കാർ ഹേ, യേ കബൂത്തർ ബേശക് തുമാരാ ശിക്കാർ ഹേ, ഒരു സംശയവുമില്ല, ബേശക് ഒരു സംശയവുമില്ല, നിന്റെ ശിക്കാറാണ്, നീ വേട്ടയാടി കൊണ്ടുവന്നതാണ്. മഗർ ഉസ്കോ ഉസ്കി ജാൻ ബച്ചാന ബി മേരാ ഫർസ് ഹേ, മഗർ ഉസ്കി ജാൻ ബച്ചാന ബി മേരാ ഫർസ് ഹേ, പക്ഷേ കബൂത്തറിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. നഹി മഹാരാജ്, നഹി മഹാരാജ്, പറ്റൂല, മേം ബി ആപ്കി പ്രജാ മേ സേ ഹും, മേം ബി ആപ്കി പ്രജാ മേ സേ ഹും, ഞാനും നിങ്ങളുടെ പ്രജകളിൽപ്പെട്ട ഒരാളാണ്. മേരി ഭൂഖ് മിഠാന ബി ആപ്കാ ഫർസ് ഹേ, മേരി ഭൂഖ്, എൻ്റെ വിശപ്പ് മാറ്റുക എന്നുള്ളതും താങ്കളുടെ കടമയാണ്, ഫർസ്. ബാസിനെ സോർ സേ കഹാ, ബാസിനെ സോർ സേ കഹാ, ബാസ് ശക്തമായി പറഞ്ഞു. യേ സുൻകർ രാജാ ഷിബിനെ കഹാ, ഇത് കേട്ടിട്ട് രാജാവായ ഷിബി പറഞ്ഞു, എന്ത്? ഉസ് കബൂത്തർ കെ ബദലെ തും മേരി ജാൻ ലേ ലോ, ഉസ് കബൂത്തർ കെ ബദലെ തും മേരി ജാൻ ലേ ലോ, ആ കബൂത്തറിന് പകരമായിട്ട് നീ എൻ്റെ ജീവനെടുത്തോ. ഓർ തുമാരി ഭൂഖ് മിഠാലോ, എന്നിട്ട് നിന്റെ വിശപ്പ് മാറ്റിക്കോ. രാജാവിൻ്റെ തീരുമാനമാണ്. രാജാ കാ ഫൈസല സുൻകർ ദോനോ ബഹുത് ഖുശ് ഹുയേ, രാജാവിൻ്റെ ആ തീരുമാനം കേട്ട് രണ്ടുപേർക്കും വളരെയധികം സന്തോഷമായി. പിന്നെ രാജാ ഷിബി പറഞ്ഞു, എന്താണ്? ഈ കബൂത്തർക്ക് ബദലെ, ഈ കബൂത്തറിന് എത്രയാണോ ഭാരമുള്ളത് അതിന് പകരമായിട്ട് എൻ്റെ ശരീരം നീ ഭക്ഷിച്ചോ, ബാസിനോട് പറഞ്ഞു. അങ്ങനെ തുലാസിൽ വെച്ചു, തൂക്കി എന്നൊക്കെയാണ് കഥയിലുള്ള പൂർണ്ണരൂപം. അചാനക് കബൂത്തർ ഓർ ബാസ് രാജാ കെ സാമനെ അപ്പനെ അസ്വലി രൂപ് മേ ആ ഗയേ, പെട്ടെന്ന് തന്നെ അചാനക് കബൂത്തർ ഓർ ബാസ്, കബൂത്തറും ബാസും രാജാ കെ സാമനെ അപ്പനെ അസ്വലി രൂപ് മേ ആ ഗയേ, തങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ, കബൂത്തറിൻ്റെയും ബാസിൻ്റെയും യഥാർത്ഥ രൂപത്തിൽ അവർ പ്രത്യക്ഷപ്പെട്ടു. वो दोनों इंद्र और अग्निदेव बनकर राजा को मुबारकबाद देकर वहाँ से चले गए. അപ്പോൾ അത് അസല് എന്തായിരുന്നു? കബൂത്തറും ബാസുമായിരുന്നില്ല, ഇന്ദ്രഭഗവാനും അഗ്നിദേവനുമായിരുന്നു. ഇന്ദ്രഭഗവാനും അഗ്നിദേവനുമായിരുന്നു അത് രണ്ടുപേരും. അങ്ങനെ അവർ രണ്ടുപേരും ദേവ് ബൻകർ രാജാക്ക് മുബാറക്ക്ബാദ് ദേ, രാജാവിനെ ആശീർവദിച്ചു. വഹാം സെ ചലേ ഗയേ, അവിടെ നിന്ന് തിരിച്ചുപോയി. ബച്ചോ, ആപ്കോ കഹാനി പസന്ദ് ഹൈ നാ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കഥ? ठीक है, ये कहानी के लिए एक മുനാസിബ് ഉൻവാൻ, ഇതിനൊരു തലക്കെട്ടുണ്ട്, റഹം വ ഇൻസാഫ് അല്ലേ? ഇതേപോലെ തന്നെ മുനാസിബ് ഉൻവാൻ, വേറെ ഒരു യോജിച്ച ഒരു തലക്കെട്ടും കൂടെ നിങ്ങളുടെ വകയായിട്ട് കൊടുക്കൂലേ? ठीक है, അതിന് നേരെ താഴെ ഒരു ചെറിയ പ്രവർത്തനം കൂടി ഉണ്ട്. പേജ് നമ്പർ 37 ഒരു കള്ളിയിലാക്കിയിട്ട് ആര് പറഞ്ഞതാണെന്ന് അതിന്റെ നേരെ നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതണം. हुजूर मेरी जान बचाइए, കഹാനി ഓർ സെ പഠിയേ, നീച്ചെ ദിയേ ഗേ ജുംലെ കിസ്കെ ഹേ, ആരുടേതാണ് ഈ ജുംലകൾ? ഹുസൂർ മേരി ജാൻ ബച്ചായിയേ, യെ കോൻ കഹ, ഇത് ആരാണ് പറഞ്ഞത്? അവിടെ ഡാഷ്.
മേരി ഭൂഖ് മിഠാനാ ഭി ആപ്കാ ഫർസ് ഹേ. എന്റെ വിശപ്പ് അകറ്റുക എന്നുള്ളതും നിങ്ങളുടെ കടമയാണ്. ഉസ്കി ജാൻ ബച്ചാനാ ഭി മേരാ ഫർസ് ഹേ. ഉസ്കി ജാൻ ബച്ചാനാ ഭി മേരാ ഫർസ് ഹേ. ആ കബൂത്തറിന്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് എന്റെ കടമയാണ്. ഇത് മൂന്നും ആരാണ് പറഞ്ഞത്? അതിനെ നേരെ എഴുതുക. ठीक है बच्चों, आप एक तस्वीर देखा है ना? तस्वीर अच्छा, हाँ, एक अच्छा तस्वीर है. एक शिकार और चूहा चिड़ियों की तस्वीर है. ഒരു ശിക്കാർ, വേട്ടക്കാരൻ പക്ഷികളെ പിടിക്കുന്ന ഒരു ചിത്രം അല്ലേ? അപ്പോൾ ഈ ഒരു കഥ രൂപത്തിൽ നമുക്ക് കുറച്ച് ജുംലകളിലാക്കിയിട്ട് ഒരു കഥയാക്കി മാറ്റിയാലോ? ठीक है. അതിന് സൂചനകളും താഴെ തരുന്നുണ്ട്. ജാൽ പീങ്ക്ന, വല വിരിക്കുക. ധാന ചുഗ്ന, ധാന്യം കൊത്തി തിന്നുക. ചൂഹ, എലി. കാട്ടുന, മുറിക്കുക. ജാൻ ബച്ചാന, രക്ഷിക്കുക. അതിന് തുടക്കവും അവിടെ തന്നെ ഉണ്ട്. എക് ദിൻ എക് ശിക്കാരി ആയ, ഒരു ദിവസം ഒരു ശിക്കാരി വന്നു. ചിടിയോं को पकड़ने के लिए, പക്ഷികളെ പിടിക്കാൻ വേണ്ടി ഡാഷ്. ബാക്കി നിങ്ങൾ പൂരിപ്പിക്കുക.